ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് കാർട്ടൂൺ കാരിക്കേച്ചർ ഫോട്ടോ ഫ്രെയിം നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ. അതിന് രണ്ട് ആപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആദ്യം നമ്മൾ ടൂൺമി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് എടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പുള്ള എഫക്ട്സ് അതിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഔട്ട്ലൈൻ, ഒരു വൈറ്റ് ഔട്ട്ലൈനുള്ള പിക്ചർ നിങ്ങളതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഗാലറി പോയിട്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഫോട്ടോ ഇതിലോട്ട് ഒന്ന് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് താഴത്തെ ആ ഒരു ആരോ മാർക്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സിംഗ് ആയിട്ട് ആ ഒരു ലുക്കിലോട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് താഴത്തെ ആ ഒരു ഡൗൺലോഡിൽ നമുക്ക് ഇത് ഗാലറി സേവ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഗൂഗിളിൽ കയറിയിട്ട് BG റിമൂവ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം കാണുന്ന ആ ഒരു സൈറ്റിൽ കയറുക. അതിൽ നമ്മളിപ്പോൾ സേവ് ആക്കിയിട്ടുള്ള ആ ഒരു ഫോട്ടോ നമ്മൾ ഇതിലോട്ടൊന്ന് ആഡാക്കി കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കിട്ടും. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇനി എല്ലാ ഫോട്ടോസും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. 4-5 ഫോട്ടോസ് ആണെങ്കിൽ വലിയ ടൈം എടുത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരുപാട് ഫോട്ടോസ് വരുമ്പോഴാണ് കുറച്ച് മെനക്കെട്ട് പരിപാടിയാണ് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതൊരു സൈസ് ഫ്രെയിമാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ സൈസ് ഇവിടെ നിന്ന് കസ്റ്റം സൈസ് ആക്കി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ A4 ചെയ്യുന്നതെങ്കിൽ A4 ഡോക്യുമെൻ്റ് അടിച്ചു കൊടുത്താൽ ആ ഒരു സൈസ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ടൊരു സ്പ്ലാഷ് എഫക്റ്റ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്ലാഷ് എഫക്റ്റും ഈ വിൻറ്റേജ് ടെംപ്ലേറ്റും ഒക്കെ നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് പിക്ചേഴ്സ് വെക്കാൻ നേരം ഫ്രെയിം കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ഓരോ ഫോട്ടോ ഇതിലോട്ടൊന്ന് ആഡാക്കി കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു 3-4 ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഓരോന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്ത് ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫോണ്ടും കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അതല്ല നിങ്ങൾക്കൊരു എഴുത്ത് ടൈപ്പിൽ വേണമെന്നാണെങ്കിൽ അവിടെ ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ എഴുതി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ നല്ല ട്രെൻഡിങ് വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ.